ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ പെട്ടെന്ന് ജോജിയുടെ കടയെല്ലാം പൂട്ടി വരുമാനമെല്ലാം നിലച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞ്, എടാ ആലപ്പുഴ ഒരു മാതാവുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് തിരുത്തി തന്നെ നേരെയാക്കുന്ന ആളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇവിടെ വന്നത്. മാതാവ് പലതരത്തിലുള്ള ആൾക്കാർ അറിയപ്പെടുന്നത്. അവൻ ജോജിയുടെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും. അങ്ങനെ പറഞ്ഞിരിക്കണം, ആലപ്പുഴ ഒരു മാതാവുണ്ട്, ഇതൊക്കെ നേരെയാക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോഴാണ് കേൾക്കണത് സഞ്ചാരി മാതാവാണെന്ന്. അപ്പോൾ അതിന് പുള്ളിക്ക് സന്തോഷമായി. എന്താ കാര്യം, പുള്ളി ഒറ്റക്ക് കിടന്ന് ജീവിച്ച ആളാണ്. പുള്ളിയെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരില്ല. അപ്പോൾ സഹായിക്കാൻ ഒരാളെ കിട്ടിയില്ല എന്നുള്ള സന്തോഷത്തിൽ പുള്ളി ഇത് കംപ്ലീറ്റ് ആയിട്ട് കയറി വിശ്വസിച്ച്. അങ്ങനെ അനുഗ്രഹം കിട്ടി, അതിൻ്റെ വിശ്വസിക്കാനുള്ള അനുഗ്രഹം കിട്ടി. ആ പുള്ളിയെ നോക്കിയപ്പോൾ ഇവിടെ ഓരോരുത്തരും ഇല്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ കാര്യം, ഉപ്പുണ്ട്, പിന്നെന്താണ് ഉടമ്പടി തൈലമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. എന്താ കാര്യം, ഇതെല്ലാം ഒന്ന് പ്രാർത്ഥന, ഒന്ന് നമ്മൾ ഈ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണം എങ്ങനെയാണ്, 1 പ്രാർത്ഥന, 2 പ്രഖ്യാപനം, 3 പ്രയോഗം. അപ്പോൾ ഈ ഉപ്പൻ്റെതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ആക്ടിവേറ്റ് ചെയ്യാനാണ് പ്രയോഗം വരണത്. ഇതെന്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് സാന്നിധ്യം സംലഭ്യമാകും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉടമ്പടിയിൽ അയക്കുന്നവർക്കുള്ള ഓഫർ എന്താണ്, ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ഉണ്ടാകുന്ന ആളിൻ്റെ ശക്തി അവിടെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രയോഗവിധികളുള്ളത്. ആ പ്രയോഗവിധികൾ എന്താ ചെയ്യണത്, അത് ഈ ജോജി പറയണ, ഞാൻ ഇത് അറിഞ്ഞോടുകൂടി ഞാൻ ഈ ഉപ്പ് എടുത്തുകൊണ്ട് വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം കേട്ടോ, നല്ല സാക്ഷിയാണ്. കാര്യം 20 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യമല്ലേ, സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്ന പെശകല്ലേ. അപ്പോൾ എത്രയോ കാലം ഈ മനുഷ്യൻ ഇതുപോലെ വില്ലേജ് ഓഫീസിൽ മാറി വന്ന വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസിൽ പോവും. അവർ 100,000 ഉടായ്പകൾ പറഞ്ഞ് ഇയാളെ മടക്കുകയാണ് പതിവ്. അയാൾ വെൽക്കം ചെയ്യത്തില്ല. പക്ഷേ ഇയാളെന്ത് ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ പുള്ളി പറയുന്നത്, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിൻ്റെ 2 തരികൾ വില്ലേജ് ഓഫീസിൽ ഇട്ടെന്ന്. അതാണ് പ്രയോഗം എന്ന് പറയണത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അയാളത് പറയുന്നുണ്ട്, ഇത് കൂടോത്രം മന്ത്രവാദമൊന്നുമല്ല, ഒരു വ്യക്തിയിലെ വിശ്വാസത്തെ പ്രയോഗിക്കുന്നതാണ്. എന്താ വിശ്വാസം, അവൻ്റെ വിശ്വാസം എന്താ, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതിൻ്റെ ആക്ടിവേഷനിലാണ് ഈ ഉപ്പ് ഇടണത്. എന്താ കാര്യം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇടണത്. തടസ്സങ്ങൾ മാറ്റുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 10:17 വായിച്ച്, 10:17 അപ്പോസ്തലന്മാർക്ക് തടസ്സങ്ങൾ മാറ്റാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. ലൂക്കാ 10:17 വായിച്ചവനെ ശ്രുതികട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 10:17 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അതാ ആർക്കാണ്, ക്രിസ്തുവിനല്ല. ഇതാരാണത് പ്രഖ്യാപിക്കണം, അവന് കീഴ്പ്പെടുകയാണ്. അതാ എൻ്റെ ഫോർമുല. എന്താ പറയണത്, ഏറ്റു പറഞ്ഞ് 10:17 ലൂക്ക എന്താ പറഞ്ഞ, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പൊ പിശാച് വരെ കീഴ്പ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ നിയമങ്ങളൊക്കെ അതിന് താഴെ ഉള്ളൂ. അപ്പൊ ലോകത്ത് നിന്റെ ജീവിതത്തിന് അട്ടിമറിക്കുന്ന എല്ലാ ശക്തികളെയും തട്ടിത്താഴെയിടാൻ വേണ്ടിയുള്ള പ്രയോഗവിധികളാണ് വിശ്വാസ പ്രഖ്യാപനത്തിൽ വരണത്. കൈയടിച്ച് സ്തുതിക്കട്ടെ.